ഹായ് ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോയ്ക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു GoPro മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സ് വീഡിയോയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കനും ആളാക്കിയിട്ട് മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യണമെന്ന് മറന്നു. ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ GoPro ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിലൂടെ എന്താ കിട്ടിയെന്ന്. ആ മാളിൽ പോയെന്ന് വെച്ചാൽ GoPro 11 മേടിക്കാനാണ് പോയത്. 11 മേടിക്കാൻ ചെന്നാൽ അവിടുത്തെ സ്റ്റാഫിൽ തന്നെ പറഞ്ഞ് 11നേക്കാളും നല്ലത് GoPro 10 ആണെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഇട്ടേക്കുന്ന വീഡിയോ ഞാനും ഒന്ന് കയറി വാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10ഉം 11ആയിട്ട് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല 10 എന്നാണ് അവരും പറയുന്നത്. അങ്ങനെ ഞാൻ 10 മേടിച്ചത്. വേറെ 10ഉം 11ഉം ഈ 10ൻ്റെ 10 ദിനാർ മാത്രമേ കൂടുതലുള്ളൂ 11. അപ്പോൾ അത് വലിയൊരു പൈസ കൂടുതലില്ല. അപ്പോൾ 10 ദിനാർ മാത്രമേ കൂടുതലുള്ളൂ. അപ്പോൾ എനിക്ക് 11 മേടിക്കുന്നത്. പക്ഷേ അവർ അവിടുത്തെ സ്റ്റാഫുകളെ കുറച്ച് പേര് 10 ആണ് യൂസ് ചെയ്യുന്നത്. അവരെടുത്ത വീഡിയോകളും ഈ 10 11 വെച്ച് എടുത്തിട്ട് വീഡിയോയിലൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട 10ൻ്റെ വീഡിയോസൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ 10 മേടിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. 23 megapixels 5.3K 604K 122.7K 240,331 10M Voice control 8x CO data overlays time warp 3.0 1080p live streaming super photo HDR raw photos uploads automatically to the cloud webcam mode mod ready HYPERSMOOTH 4.0 GP2 processor. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടെന്ന് ഓൾറെഡി ഇതിലൂടെ എന്താ കിട്ടിയിട്ടുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ ക്യാമറ, അത് കഴിച്ച് നമ്മളെ ബാറ്ററി, അത് കഴിഞ്ഞ് നമ്മളെ ഈ അതിൻ്റെ വണ്ടിയിലും അതിനൊക്കെ ഹെൽമെറ്റിലൊക്കെ വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള ക്ലിപ്പ്, അതിൻ്റെ ടൈറ്റ് ചെയ്യാനുള്ള അതിൻ്റെ നെറ്റ്, അത് കഴിഞ്ഞ് അതിൻ്റെ ടൈപ്പ് സി ചാർജർ, അത് കഴിഞ്ഞ് അതിന് കിട്ടുന്ന അതിൻ്റെ കേസ്, ഈ പൗച്ചാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇനി നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം. ഓൾറെഡി ഞാൻ അത് ഓപ്പൺ ആക്കി യൂസ് ചെയ്തതാണ്. ഇനി നമ്മളെ ഫാമിലി മെമ്പേഴ്സും നമുക്ക് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പം അത് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല അടിപൊളി മനോഹരമായിട്ടൊരു പൗച്ചാണ് കിട്ടുന്നത്. ഈ പൗച്ചിൽ ഇവിടെ GoPro എന്നുള്ള കറക്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗച്ച് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഈ പൗച്ച് ഇനി ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ അത് GoPro സെറ്റ് ചെയ്തവർ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഇവിടെ കേസ് വീണ പൊട്ടാതെ ഇരിക്കാൻ നല്ലൊരു കേസിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം, കിട്ടിയേക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ നമുക്ക് കിട്ടിയേക്കണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റിലേക്ക് കിട്ടിയേക്കണത് ഇതിൻ്റെ കേബിളാണ്, അതായത് ടൈപ്പ് സി കേബിളാണ് ഒന്ന്. കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലിപ്പാണ്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡബിൾ ടേപ്പാണ്. ഈ ചോപ്പ് കാരണം എഴുതിയിട്ട് നമുക്ക് വണ്ടിയുടെ ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ മേലെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഈ റബ്ബർ ഉണ്ടല്ലോ, ഈ റബ്ബർ ഇതേ കണക്ക് എടുത്ത് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ റബ്ബറിന് പൊങ്ങി വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ കണക്കിത് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. അതായത് ഇതിപ്പോൾ ക്ലിപ്പായിട്ടുണ്ട്. ക്ലിപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഈ അടുത്ത ഇതിൻ്റെ നെറ്റാണ്. ഈ നെറ്റ് എടുത്തിച്ച് നമുക്കിവിടെ ഇങ്ങനെ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഇതേ കണക്ക് നമുക്കിവിടെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ എങ്ങും പോകില്ല, അവിടെ തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ ഇത് ഇളക്കാൻ നേരത്ത് നിങ്ങൾ ഇവിടെ കാണാം. ഇത് കണക്ക് ഇവിടെ ഈ ഇത് കണക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വലിച്ചൂരി കഴിഞ്ഞാൽ ഇത് ഇളവി വരുന്നതാണ്. പിന്നെ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കണക്ക് തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ ബുക്കാണ് പിന്നെ ഉള്ളത്. ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്കിൽ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ GoProയുടെ ഒരു ആപ്പിൻ്റെ, അതായത് നമുക്ക് ഇതിൽ ക്വിക്ക് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ആപ്പ് സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്. അത് കണക്കിന് ഈ സ്കാൻ ചെയ്ത് നമ്മൾ മൊബൈൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ മൊബൈൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ നേരെ അതായത് പ്ലേ സ്റ്റോറിലോട്ട് പോകും, ആപ്പിൾ ആണെങ്കിൽ നേരെ ആപ്പിൾ സ്റ്റോറിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ജിമെയിൽ അഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിൽ അത് കറക്റ്റ് അത് നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം വൈഫൈ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നമ്മളെ GoProയിലുള്ള എല്ലാ വിഷ്വലും നമുക്കതിൽ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അതിനിടയ്ക്ക് നമ്മൾ ലൈവ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ GoPro ചെറിയ ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഈ ആപ്പുള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ മൊബൈൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വലിയ സ്ക്രീനിൽ തന്നെ നമുക്ക് മൊബൈലിൻ്റെ വലിയ സ്ക്രീനിൽ തന്നെ നമ്മൾ ലൈവ് ഫോട്ടോസ് എടുത്താലും അതിനൊക്കെ വീഡിയോസ് എടുത്താൽ ടൈം ലാപ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു കാര്യമാണ്. അതിനൊക്കെ നമുക്ക് മൊബൈലിലോട്ട് അതിനൊക്കെ ഇതിൻ്റെ ഈ ക്വിക്ക് ആപ്പിലോട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ മൊത്തം അത് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനൊക്കെ അതിൽ നിന്ന് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൽ ക്വിക്ക് ആപ്പിൽ തന്നെ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൻ്റെ ആപ്പിൽ നമ്മൾ കുറച്ച് പൈസ കൊടുത്തത് മേടിക്കണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് നമ്മളെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ അടിപൊളി ഒരു സൂപ്പർ ഫീച്ചറോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്യാമറ മേടിച്ചപ്പോൾ 1 കൊല്ലത്തെ വാറണ്ടി എനിക്ക് ക്യാമറയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ചെറിയ ക്യാമറയൊക്കെ ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്.
അപ്പോൾ നിങ്ങൾ 1 കൊല്ലത്തെ വാറണ്ടി കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറയ്ക്ക് എന്ത് ഫാൾട്ട് വന്നാലും തറ വീണ് പൊട്ടിപ്പോയാലും അത് ചിലപ്പോൾ ഈ ചെറിയ ക്യാമറയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ അകത്തുള്ളിൽ കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ വാറണ്ടി കൂടെ നിങ്ങൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയ്ക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് അത് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പുതിയ ക്യാമറ തരുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കുറച്ച് പൈസ കൊടുത്ത 1 കൊല്ലത്തെ അഡീഷണൽ വാറണ്ടി കൂടെ ഞാൻ അഡീഷണൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറ. ഇപ്പോൾ ക്യാമറ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്യാമറ. ഇത്ര കുഞ്ഞനായിട്ടുള്ളൊരു ക്യാമറ. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കിട്ടുന്ന ക്വാളിറ്റി എന്ന് വെച്ചാൽ 4K 5Kയിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ വീഡിയോ എടുത്ത് നോക്കിയിട്ടുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അത് കണക്ക് തന്നെ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്ന മെമ്മറി കാർഡിൻ്റെ വെച്ച് കഴിഞ്ഞാൽ 256 GB ഒരു മെമ്മറി കാർഡാണ് ഞാൻ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അത് കണക്ക് തന്നെ നമുക്കിത് ബാറ്ററി ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇത് ഇളക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വലിച്ച് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. അതിലിത് ഇവിടെ കാണാം നമുക്ക് ബാറ്ററി. ഞാൻ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇത് കണക്ക് ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഞാൻ നേരത്തെ കാണിച്ചത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി. ഇത് ഞാൻ ഓൾറെഡി ഇതേ കണക്ക് നമുക്ക് കയറ്റി ഇതിനൊക്കെ ബാറ്ററി ഇടാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. അത് കണക്കിന് ഇതിൻ്റെ താഴത്തെ കാണുന്ന ചെറിയ ഹോളിലാണ് നമ്മൾ ഇതിൻ്റെ SD കാർഡ് ഇടുന്നത്. ഇനി ഇത് ഇവിടെ കാണുന്ന ഇതിൻ്റെ പവർ ബട്ടണും ഇവിടെ കാണാൻ നമുക്ക് ഇതിൻ്റെ റെക്കോർഡ് ചെയ്യണത്. പിന്നെ വീഡിയോ എടുക്കാം നമുക്ക്. ഇതിൽ അതിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിവിടെ പവർ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. അത് ഓൺ ആയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ നേരെ റെക്കോർഡിങ്ങിലായിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഓഫ് ആക്കി ഇടാം. ഞാൻ ഇപ്പോൾ പവർ ഓൺ ആക്കാൻ പോവുകയാണ്. പവർ ഓൺ ആക്കുന്ന ബട്ടൺ ഇവിടെ ഈ ബട്ടൺ ഇവിടെ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. സൗണ്ട് കേട്ട് ഇവിടെ നമുക്കിവിടെ GoPro കറക്റ്റ് ഇവിടെ ഫ്രണ്ട് സ്ക്രീന് ബാക്ക് സ്ക്രീനിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഇവിടെ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇതിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വോയിസിൽ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. നമുക്ക് ഫ്രണ്ടിലിപ്പം നമുക്കിപ്പോൾ ഫ്രണ്ടിലത്തെ ഈ സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് ഇതിലിവിടെ ഓഫ് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം അങ്ങനെയുള്ള ഫീച്ചറെല്ലാം ഇവിടെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈ സൈഡിലോട്ടൊന്ന് ടച്ചാണ് ഒരു നല്ല ഫാസ്റ്റാണ്, ടച്ചിനില്ല. സ്റ്റൈലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞാൽ ടൈം ലാപ്സാണ്. അവിടെ ടൈം ലാപ്സിൽ നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ പറ്റും ടൈം ലാപ്സ്, നൈറ്റ് ടൈം ലാപ്സ്, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പെൻസിൽ നിങ്ങൾക്ക് തട്ടി കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ പറ്റും 4K ഇതിലൊക്കെ എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ ബാക്ക് പോയതിന് ശേഷം വീഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ സ്ലൈഡ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലേക്ക് അത് വീണ്ടും താഴെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് മോഡ്, സിനിമാറ്റിക് മോഡ്, അങ്ങനെ ഓരോ മോഡ് ഇതിനൊക്കെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കിങ്ങനെ മേലോട്ടാക്കണക്ക് ഓരോ മോഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട മോഡ്, ഓരോ മോഡ് എല്ലാം ബേസിക് മോഡ് അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് മോഡ് വേണം അതിലിട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡിലിട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡിൽ തന്നെ നിങ്ങളിവിടെ കാണാം പെൻസിൽ. ആ പെൻസിലിൻ്റെ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇവിടെ ഫസ്റ്റിലേക്ക് കാണാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 10:80 24/s ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ അതിൽ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ കാണാൻ പറ്റും 5K, അത് കണക്ക് തന്നെ 4K, അത് കണക്ക് തന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങളിവിടെ കറക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായി കസ്റ്റം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അത് കണക്ക് നമ്മൾ പിന്നെ ബാക്ക് പോയിട്ട് ഒന്നും കൂടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോയിട്ട് ഒന്നും കൂടെ നമ്മൾ ഒന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ മോഡായി. ഇനി നമുക്ക് ഇതിൽ വെച്ച് ഫോട്ടോ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാം. ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോസും ടൈം ലാപ്സൊക്കെ ഒന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡിലാണ്, 4K അല്ല, 10:80 25 ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. അതും സൂപ്പർ വ്യൂവിലാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന് ഞാൻ അഡീഷണൽ മൈക്ക ഒന്നും കൊടുത്തിട്ടില്ല. അതിനൊക്കെ തന്നെ എത്ര ക്ലാരിറ്റി ഉണ്ടെന്നാണ്. ഇപ്പോഴും ഞാൻ 4Kയിലല്ല ചെയ്യുന്നത്. നോർമലായിട്ട് ഇംഗ്ലീഷിൽ ചെയ്യുന്നവരെല്ലാം 4Kയിലാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. 4K ഷൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് അവരെ ഓരോ വീഡിയോ കാണുമ്പോൾ അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയോണ്ട് നല്ല ഹൈപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യണതെന്ന് വെച്ചാൽ സൂപ്പർ വീഡിയോ വെച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും സൂപ്പർ അടിപൊളിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പൈസ കൊടുത്ത് എടുക്കുമ്പോൾ നമുക്ക് ഒരു നഷ്ടമില്ല. ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്നവർക്ക്, കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയുള്ള വീഡിയോ നമ്മൾ പ്രേക്ഷകർ കൊടുക്കുന്നത് അതേ കണക്ക് നമുക്ക് പ്രേക്ഷകർ കൂടും. അതിനങ്ങനെ മൊബൈലിലേക്ക് വെച്ച് എടുക്കാൻ എപ്പോഴും ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആണ്, എങ്ങനെ വേണമെന്ന് വെച്ച് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓടി നോക്കാം അതിൻ്റെ സെപ്പറേഷനും കാര്യങ്ങളും ഷേക്കൊക്കെ ആവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് ചെക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡിലായിട്ടാണ് ഇപ്പോൾ ഓടുന്നത്. ഇപ്പം എത്രത്തോളം ഷേക്ക് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നമുക്ക് ഇനി ബൂസ്റ്റിലോട്ട് മാറ്റാം, ഒന്നും കൂടെ മേലോട്ട് മാറ്റാൻ പറ്റും, ബൂസ്റ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കൊന്ന്
ബൂസ്റ്റിലോട്ട് മാറ്റി നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സ്റ്റെബിലൈസർ നോക്കിയത്. നമുക്ക് ബൂസ്റ്റിലും കൂടെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ബൂസ്റ്റ്, അതും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഓപ്ഷനായ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഓടി നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ബൂസ്റ്റ് ഇട്ടാണ് ഇപ്പോൾ നിങ്ങളടുത്ത് ഓടുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും GoPro എന്ന് വെച്ച് കഴിഞ്ഞാൽ ശകലം പോലും എന്താണെന്ന് പറയാൻ ഷേക്കിങ് കാണത്തില്ല. എന്നാലും നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ നല്ല രീതിക്കാണ് ഓടുന്നത്, നല്ല സ്പീഡിലാണ് ഓടുന്നത്, ഇതിലൂടെ കാണാൻ പറ്റും. അതും സേഫ്റ്റി ഷൂ വിത്ത് വർക്കിംഗ് ഡ്രസ്സിലാണ് ഞാൻ ഓടുന്നത്. സേഫ്റ്റി ഷൂ ഒക്കെ ഇട്ട് ഓടാൻ നിങ്ങൾക്കറിയാം എത്ര സ്പീഡിൽ ഓടിയാൽ അത് ഓടാൻ പറ്റുമെന്നുള്ളത്. ഇനി നേരെ നമുക്ക് കമ്പ്യൂട്ടർ സ്കില്ലിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. കണക്കിന് ഇപ്പോൾ സൗണ്ട് കൊടുക്കുന്നത് GoProയുടെ സൗണ്ടാണ്. അഡീഷണൽ മൈക്കിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. GoProയുടെ മൈക്കിൽ തന്നെയാണ് ഞാനിപ്പം സംസാരിക്കുന്നത് നിങ്ങളടുത്ത്. അപ്പോൾ മൈക്കിനൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ അത്ര ക്ലിയർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് വെച്ച് ചെയ്ത കുറച്ച് ടൈം ലാപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് GoProയിൽ നൈറ്റ് ഷോട്ടും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ബേറിൽ രാത്രി 10 മണിയായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചെറിയ ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇരുട്ടത്തോട്ട് നടന്നു പോകാം. രാത്രി എത്രത്തോളം ക്ലിയറിൽ GoProയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ ഞാനിത് ആദ്യമായിട്ട് മേടിച്ചതാണ്. അപ്പോൾ നമുക്കൊന്ന് ബാക്കിലോട്ട് നടന്നു നോക്കാം. ഇപ്പോൾ ഞാൻ ഇരുട്ടത്തോട്ട് കയറുന്നുണ്ട്. ചെറിയൊരു പാസേജാണ്. ഇവിടെ ശകലം പോലും ലൈറ്റില്ല. ഇപ്പോൾ നല്ല ഇരുട്ടത്താണ് നിൽക്കുന്നത്. സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് എന്നെ ശകലം പോലും കാണാൻ പറ്റുന്നില്ല, ശകലം പോലും കിട്ടുന്നില്ല എനിക്ക്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് വെട്ടത്തിലോട്ട് പോകാം. ഞാൻ ഇപ്പോൾ തിരിച്ച് നടന്നാൽ വീണ്ടും വെട്ടത്തിലോട്ട് പോകുകയാണ്. ഇപ്പോൾ തിരിച്ച് നടന്നാൽ ബാക്കിൽ ലൈറ്റിൻ്റെ വെട്ടം ഉള്ളതുകൊണ്ട് എന്നെ ചെറുതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ശകലം പോലും കാണാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ഞാൻ തിരിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എന്നെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നടക്കുകയാണ്. ബാക്കിലോട്ട് നടന്ന് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ ഒരു ചെറിയ ലൈറ്റിൻ്റെ വെട്ടത്തോട്ട് ഞാൻ ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റത്ത് വെട്ടത്തിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ GoProയുടെ കേസ് മേടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ബേറിൽ മേടിച്ച സമയത്ത് അവിടെ കടലിൻ്റെ കേസ് ഇല്ലായിരുന്നു. ഞാൻ ബേറിൽ ഒരുവിധമുള്ള എല്ലാ ഷോപ്പിലും ഞാൻ തിരഞ്ഞ് നടന്ന് ബേറിലെങ്ങും ഇതിൻ്റെ ടെന്നിൻ്റെ കേസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മേടിച്ച കടയിൽ അവർ പറഞ്ഞു വെച്ചാൽ ഒരാഴ്ചയ്ക്കും വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കേസ് വന്ന് നമ്മൾ കേസ് മേടിച്ചിട്ട് അപ്പോൾ ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് GoProയുടെ നൈറ്റ് എൻ്റെ വിഷ്വൽ എല്ലാ കാര്യങ്ങളെല്ലാം. ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമാറ്റിക്കിൽ 10.8 25/s ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ കമ്പനിയിലെ പൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ടൈം ലാപ്സ് അതിനൊക്കെ എടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അതിനൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുക. അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കിയിട്ടല്ലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.